എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലോകത്ത് 1% വരുന്ന വലിയ ലീഡേഴ്സായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ പല സീനിയർ ലെവൽ മാനേജേഴ്സൊക്കെ ഈ മീറ്റിങ്ങുകൾ വളരെ എഫക്റ്റീവായിട്ട് കണ്ടക്ട് ചെയ്യുന്നത് ഒരു 7 കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടാണ്. ഇതൊന്നും മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മുടെയൊക്കെ പല പ്രസ്ഥാനങ്ങളിലും നടക്കുന്ന ഒരുപാട് ചർച്ചകൾ അല്ലെങ്കിൽ മീറ്റിങ്ങുകൾ എഫക്റ്റീവ് ആക്കാൻ സാധിക്കും. അത് പറയാനൊരു റീസൺ ഉണ്ട്. ഒരു വേൾഡ് സർവേ തന്നെ പറയപ്പെടുന്നത് 67% മീറ്റിങ്ങുകൾ വേസ്റ്റ് ഓഫ് ടൈമായിട്ടാണ്. അതായത് വെറുതെ ഒരു വ്യക്തമായ ക്ലാരിറ്റി ഇല്ലാതെ ഒരുപാട് ചർച്ചകൾ നടത്തുകയും നല്ല റിസൾട്ടിലേക്കൊന്നും എത്തിപ്പെടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ 7 കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി നമ്മുടെയൊക്കെ മീറ്റിങ്ങുകൾ കുറച്ചും കൂടെ എഫക്റ്റീവ് ആക്കാനായിട്ട് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഈ 1% വരുന്ന ലീഡേഴ്സ്, ആ മീറ്റിംഗ് ഹെഡ് ചെയ്യുന്ന ആളുകൾ, അവർ ശ്രദ്ധിക്കുന്ന ആദ്യത്തെ കാര്യം തന്നെ നോ വൈ യു ആർ ഹോൾഡിങ് എ മീറ്റിംഗ് എന്നുള്ളതാണ്. അതായത് എന്തിനു വേണ്ടിയിട്ടാണ് ആ മീറ്റിംഗ് നടത്തുന്നത്, അതിൻ്റെ പർപ്പസ്, അത് നടത്തുന്ന ആളുകൾക്ക് എപ്പോഴും ഒരു ക്ലാരിറ്റി ഉണ്ടാവണം. അതിൻ്റെ ഭാഗമായിരിക്കുന്ന ആളുകളിലേക്കും അത് എത്തിക്കണം. കാരണം ചിലപ്പോഴൊക്കെ മീറ്റിങ്ങുകൾ എന്തെങ്കിലും ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടായിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും സൊല്യൂഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിരിക്കും, മേ ബി ചിലപ്പോഴൊക്കെ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനായിരിക്കും. ഈ പർപ്പസ് എന്താണെന്നുള്ളതിനെപ്പറ്റി വളരെ ക്ലാരിറ്റി അതിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾക്ക് ഉണ്ടായിരിക്കണം. അതുകൂടാതെ ഇതിൽ ഏതെങ്കിലും ഒരു കാറ്റഗറിയിലല്ല വരുന്നതെങ്കിൽ വേറെ എന്തിനു വേണ്ടിയിട്ടാണ് ആ മീറ്റിംഗ് നടത്തപ്പെടുന്നത്, ഇപ്പോൾ എന്തെങ്കിലും ഒരു റിവ്യൂ മീറ്റിംഗ് ആണോ, ഒരു മാസത്തെ പ്രവർത്തനത്തിൻ്റെ വിലയിരുത്തലോ ഒരാഴ്ചയിലെ പ്രവർത്തനത്തിൻ്റെ വിലയിരുത്തലോ ഒക്കെ ആണെങ്കിൽ അത് വളരെ ക്ലിയർ ആയിട്ട് തന്നെ ആളുകളിലേക്ക് എത്തിയിട്ടുണ്ടാവണം. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യത്തെ അടിസ്ഥാനപ്പെടുത്തി ക്രാഫ്റ്റ് എ ക്ലിയർ അജണ്ട, വ്യക്തമായ ഒരു അജണ്ട ഉണ്ടായിരിക്കണം. എന്താണ് ഇന്നത്തെ മീറ്റിങ്ങിൽ കവർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, ഏതേത് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും, ഓരോരുത്തർക്കും എത്ര ടൈമാണ് അലോട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഒരാൾ സംസാരിക്കുന്ന സമയത്ത് ബാക്കിയുള്ള ആളുകൾ അതിലേത് രീതിയിലായിരിക്കണം പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത്. കാരണം ഇടയിൽ കയറി സംസാരിച്ച് കഴിഞ്ഞാൽ അജണ്ട ആകെ കുളമാവുന്നൊരവസ്ഥയുണ്ടാവും. അതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കണം അജണ്ട എന്നുള്ളത് ക്ലിയറായിട്ട് ഡ്രാഫ്റ്റ് ചെയ്യാം. മൂന്നാമത്തെ കാര്യം, പ്രിപ്പയർ യുവർ ടോക്കിംഗ് പോയിൻറ്റ്സ്. ലീഡേഴ്സ് എപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യമാണ് മീറ്റിങ്ങിലുള്ള ആളുകളുടെ പ്രിപ്പറേഷൻ. കാരണം ആളുകൾ വളരെ വ്യക്തമായ ഡാറ്റയുടെയോ ഫാക്റ്റിൻ്റെയോ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നതെങ്കിൽ മീറ്റിംഗ് വളരെ സ്പെസിഫിക് ആയിരിക്കും. അപ്പോൾ റൈറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ മീറ്റിങ്ങിൽ കൊണ്ടുവന്ന് ഡിസ്കസ് ചെയ്യുന്നു എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ബുള്ളറ്റ് പോയിൻറ്റ്സ്, പറ്റുമെങ്കിൽ വിഷ്വൽ എയ്ഡ്സ് ആയിട്ടുള്ള എന്തെങ്കിലും ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനോ ചാർട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ആളുകളിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ മീറ്റിങ്ങിൽ സംസാരിക്കുന്ന കാര്യങ്ങളുടെ എക്സാമ്പിൾസ് ആയിരിക്കാം, അതുമായി കണക്ട് ചെയ്യുന്ന പോയിൻറ്റ്സ് നോട്ട് ഡൗൺ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നാലാമത്തെ കാര്യം, ഹെൽപ്പ് യുവർ പാർട്ടിസിപ്പൻസ് പ്രിപ്പയർ ടു. നമ്മുടെ കൂടെ മീറ്റിങ്ങിലിരിക്കുന്ന ആളുകൾ അവരും പ്രിപ്പയർഡ് ആണെന്നൊന്ന് ഉറപ്പ് വരുത്തുക. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മുടെ സമയവും കൂടെ അതിൻ്റെ ഭാഗമായി വേസ്റ്റ് ആവുന്ന അവസ്ഥ വരും. ഇപ്പോൾ മീറ്റിങ്ങിൻ്റെ പർപ്പസും ഒബ്ജക്റ്റീവും ടീമിലുള്ള എല്ലാവർക്കും ബോധ്യപ്പെട്ടു, അവരും വ്യക്തമായ വിവരങ്ങൾ, റെലവൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ്, ഇൻഫർമേഷൻസ് ഇതൊക്കെ ആയിട്ടാണ് മീറ്റിങ്ങിൽ എത്തിയെന്ന് ഉറപ്പ് വരുത്തുക. അഞ്ചാമത്തെ കാര്യം, ക്യാരി ഔട്ട് ദ മീറ്റിംഗ്. ആ മീറ്റിംഗ് പ്രോപ്പറായി കണ്ടക്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ ഓപ്പണിംഗ് ഓഫ് ദ മീറ്റിംഗ് എന്ന് പറയുമ്പോൾ ആ മീറ്റിംഗ് തുടങ്ങുന്ന സമയത്ത് ചില മീറ്റിങ്ങുകളിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഇൻഫോർമേറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ എഡ്യൂക്കേറ്റീവായിട്ടുള്ള കണ്ടൻറ്റുകളൊക്കെ കൊടുത്തുകൊണ്ട് ആളുകളെ ആ മീറ്റിങ്ങിലേക്ക് ഒന്ന് അതിൻ്റെ ഒരു മൂഡിലേക്ക് അവരെ എത്തിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ പ്രധാനമായി എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ പ്രോപ്പറായിട്ട് തന്നെ നോട്ട് ഡൗൺ ചെയ്യുന്നൊരു സംവിധാനം ഉണ്ടാവണം. പിന്നെ ഒരു പ്രധാന കാര്യം പറയാനുള്ളത്, പലപ്പോഴും മീറ്റിങ്ങുകളിൽ സംഭവിക്കുന്നത് ഏതെങ്കിലും ഒരു കാര്യം ചർച്ച ചെയ്യുമ്പോൾ അതുമായി അനുബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളിലേക്ക് ചർച്ച പോവുകയും അത് വഴിമാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ആ പറഞ്ഞ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻറ്റും ആയിരിക്കും. അപ്പോൾ അതിനെന്ത് വേണമെന്ന് വെച്ചാൽ ഒരു പാർക്കിംഗ് ലോട്ട് ഉണ്ടാവണം. പാർക്കിംഗ് ലോട്ട് മീൻസ് നമ്മൾ എന്തെങ്കിലും ഈ അജണ്ടയ്ക്ക് പുറമേ ഉള്ളൊരു കാര്യം കയറി വന്നാൽ നമ്മൾ പറയും ഇത് പാർക്കിംഗ് ലോട്ടിലേക്ക് ഇടാം. അപ്പോൾ ഈ മിനിറ്റ്സ് നോട്ട് ചെയ്യുന്ന ആൾ പാർക്കിംഗ് ലോട്ട് എന്ന് പറഞ്ഞൊരു സംവിധാനത്തിലേക്ക് പോയിൻ്റ് നോട്ട് ഡൗൺ ചെയ്യും. ഈ നമ്മുടെ അജണ്ട പ്രകാരമുള്ള കാര്യങ്ങൾ കഴിഞ്ഞാൽ പാർക്കിംഗ് ലോട്ട് എടുത്തുകൊണ്ട് പലപ്പോഴും ഐഡിയാസ് ആയിരിക്കും, പല കോൺവെർസേഷനുകളും നമുക്ക് ഭാവിയിലേക്ക് അഡ്രസ്സ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതവിടെ സംസാരിക്കാം. ആറാമത്തെ കാര്യം, റീക്യാപ്പ് ആൻഡ് ഫോളോ അപ്പ്. മീറ്റിങ്ങിൻ്റെ എൻഡിൽ നമ്മളെടുത്ത കീ ഡിസിഷൻസ്, ആക്ഷൻസ് ഒന്ന് റീക്യാപ്പ് ചെയ്യണം, ഒന്നും കൂടെ ഒന്ന് ഓർമ്മപ്പെടുത്തണം. എന്തൊക്കെയാണ് ഡെലിവറബിൾസ്, ആരാണ് അതിൻ്റെ ഓണർ അല്ലെങ്കിൽ അക്കൗണ്ടബിൾ പേഴ്സൺ, ഡ്യൂ ഡേറ്റ് എന്നാണ് തുടങ്ങിയ കാര്യങ്ങൾ ഒന്നും കൂടെ ഒന്ന് റീക്യാപ്പ് എടുത്ത് ഓർമ്മപ്പെടുത്തുന്നത് മീറ്റിങ്ങിൻ്റെ എഫക്റ്റീവ്നെസ്സിന് വളരെയധികം നല്ലതായിരിക്കും. അതിനുശേഷം നേരത്തെ ഞാൻ പറഞ്ഞ പാർക്കിംഗ് ലോട്ടിലുള്ള കാര്യങ്ങളും കൂടി എടുത്ത് ചർച്ച ചെയ്യേണ്ട ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ ആ മീറ്റിംഗ് ഹെഡ് ചെയ്യുന്ന ലീഡറിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് പ്രോപ്പറായിട്ടുള്ള ഫോളോ അപ്പും ആക്ഷനബിൾ ഐറ്റംസ് എവിടെ വരെ എത്തിയെന്നുള്ളത് ഉറപ്പ് വരുത്തുകയും ചെയ്യുക എന്നുള്ളത്. ആൻഡ് ഫൈനലി ഏഴാമത് പറയാനുള്ളത് ഇവാലുവേഷനാണ്. ഒരു 5 മിനിറ്റ് സമയം മീറ്റിംഗ് കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത്, ഞാൻ ആദ്യം ഓപ്പണിങ്ങിനെ പറ്റി പറഞ്ഞു, ഒരു കൺക്ലൂഷൻ നമ്മളൊരു 5 മിനിറ്റ്സ് ഒരു ക്വിക്ക് ഇവാലുവേഷന് വേണ്ടിയിട്ട് നമ്മുടെ മീറ്റിങ്ങിലിരിക്കുന്ന ആളുകളോട് ജസ്റ്റ് ഒന്ന് ചോദിക്കുക, ഈ മീറ്റിങ്ങിൽ എന്താണ് ഏറ്റവും നന്നായിട്ട് വർക്കൗട്ടായത്, അല്ലെങ്കിൽ അടുത്ത തവണത്തെ മീറ്റിംഗ് കുറച്ചും കൂടി ഡിഫറൻ്റായി നമുക്ക് എന്ത് ചെയ്യണം എന്നൊരൊറ്റ ചോദ്യത്തിന്
വളരെ വാല്യൂ ഉണ്ടായിരിക്കും. നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കുക. തീർച്ചയായിട്ടും അവരുടെ ഭാഗത്ത് നല്ല റെക്കമെൻഡേഷൻ സജഷൻ കൊണ്ടുപോകും നമ്മുടെ മീറ്റിങ്ങുകൾ ഫൈൻ ട്യൂൺ ചെയ്ത് ഓർഗനൈസേഷനെ ഏറ്റവും എഫക്റ്റീവ് ആക്കാൻ പറ്റും. കാരണം പലപ്പോഴും ആലോചിച്ച് നോക്കുക, പല ഓർഗനൈസേഷനിലും ഏറ്റവും കൂടുതൽ ശമ്പളം കൈപ്പറ്റുന്ന ആളുകളൊക്കെ ആയിരിക്കും വലിയ മീറ്റിങ്ങുകൾക്ക് ഇരിക്കുന്നത്. ഒരു മിനിറ്റിന് തന്നെ എത്ര വാല്യൂ ഉണ്ടെന്ന് നോക്കുക അവരുടെ ശമ്പളവുമായിട്ട് അതിനെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ. അപ്പോൾ അത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് ശരിക്കും മീറ്റിംഗ്. അത് ഏറ്റവും എഫക്റ്റീവായി നടത്തിയാൽ ഓർഗനൈസേഷന് വളരെ ഗുണകരവുമാണ്, അല്ലാത്ത പക്ഷം അത് സ്ഥാപനത്തിനൊരു വേസ്റ്റേജുമാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ സ്റ്റെപ്പുകളൊന്ന് ഫോളോ ചെയ്ത് മീറ്റിംഗ് ഏറ്റവും എഫക്റ്റീവ് ആക്കാൻ നോക്കുക. താങ്ക് യു.